കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കണ്ണൂർ ലോബി കളിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കണ്ണൂർ ലോബിയുടെ പ്രവർത്തനം നമ്മൾ പ്രത്യക്ഷത്തിൽ പലപ്പോഴും തോന്നില്ല. ഉം. വളരെ നിഷ്കളങ്കരാണെന്നുള്ള തോന്നൽ പലപ്പോഴും സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വന്നിട്ട് മത്സരിക്കും. തിരുവനന്തപുരത്തുകാരനെ കണ്ണൂർ മത്സരിപ്പിക്കുമോ? മത്സരിപ്പിക്കില്ല. ഇല്ല. കാരണം പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചാൽ ആളുകൾ വോട്ട് ചെയ്യണം. ആലപ്പുഴയിൽ വന്നിട്ട് KC വേണുഗോപാൽ മത്സരിക്കും, ആലപ്പുഴക്കാർ വോട്ട് ചെയ്യും. ആലപ്പുഴക്കാരൻ്റെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കാൻ പറ്റുമോ? ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. തിരൂരങ്ങാടി കൊണ്ടിട്ട് മത്സരിപ്പിച്ചു, പക്ഷേ കണ്ണൂരല്ല. ഉം. ഏത് AK അത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ളതിൻ്റെ പേരില്ല. അതല്ലാതെ കണ്ട് തെക്കൻ ഭാഗത്തുള്ള ഒരാളെ പോലും വടക്കൻ ജില്ലയിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഇലക്ഷൻ നിർത്തി മത്സരിപ്പിക്കില്ല. മറിച്ച് കണ്ണൂർ ജില്ലക്കാരൻ എല്ലാ സ്ഥലത്തും പോയിട്ട് മത്സരിക്കുകയും ചെയ്യും. ഇത് കേരളത്തിൻ്റെ ഈ ജനാധിപത്യത്തിൻ്റെ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈ പറയുന്നത്. ഇതിനെയാണ് കണ്ണൂർ ലോബി എന്ന് വിളിക്കുക. ഈ കണ്ണൂർ ലോബി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ LDF CPM-ന്റെ ഒരു കാര്യമാണ് പോവുക. കണ്ണൂർ ലോബി എന്ന് പറയുന്നത് CPM-ന്റെ കുത്തകയാണ് എന്നുള്ളതാണ് ചിന്തയിൽ പോവുക. അല്ല, CPM-ന് അതിനകത്ത് വലിയ പങ്കുണ്ട്. കാരണം ഇപ്പോൾ CPM-ന് പഴയ കാലത്ത് MV രാഘവൻ ഉണ്ടായിരുന്നു, അതിനുശേഷം മറ്റേ പിണറായി വിജയൻ വന്നു, കോടിയേരി ബാലകൃഷ്ണൻ വന്നു, അതിനുശേഷമുള്ള ഞാൻ പേരുകൾ പറയാത്ത നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു പരസ്പര സഹായ സംഘമാണ്. ഈ സമാന സ്വഭാവം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഇല്ലയെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ കോൺഗ്രസിലെ K സുധാകരനുണ്ട്. ആരാ KC വേണുഗോപാലിൻ്റെ പേര് നിർദ്ദേശിച്ചത്? K സുധാകരൻ. അതിൻ്റെ പിന്നിൽ K സുധാകരൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, തൻ്റെ ജില്ലയ്ക്ക് പുറത്തേക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനം പോരെന്ന് സുധാകരനെ സംബന്ധിച്ച് നിർബന്ധമുണ്ട്. അതിൻ്റെ ലക്ഷണ ഇപ്പം ഇതിനകത്ത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഒരു നിഷ്കളങ്കമായിട്ട് വന്നതാണ്. അങ്ങനെയല്ല. KCക്ക് ദേശീയ രാഷ്ട്രീയമല്ലേ താല്പര്യം? അല്ല, KCക്ക് താല്പര്യം, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം ഒരു സമയത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപദേശക്കാരനാണ്. പാർലമെൻറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ എവിടേക്കൊക്കെ പോകുന്നത്, വിദേശ ചില രാജ്യങ്ങളിലൊക്കെ സുഖിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ്. അതുകൊണ്ട് KC വേണുഗോപാലിനോട് സംസാരിച്ചാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പണ്ഡിതനായിരിക്കുന്ന, വിവരമുള്ള, ഒരു മഹാനായിരിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഇത് KC വേണുഗോപാൽ മാത്രമേ പറയുക. കാരണം KC വേണുഗോപാൽ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു നറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് KC വേണുഗോപാലിനോട് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. കാരണം KC വേണുഗോപാലിന് നല്ല അക്കാര്യങ്ങളിൽ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിന് അറിയാം, ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവില്ല, പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവില്ല, സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനത്തെ സംബന്ധിക്കുന്ന നല്ല നിശ്ചയമുണ്ട്. അടുത്ത വർഷങ്ങളിലൊന്നും കോൺഗ്രസ്സുകാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്താൻ സാധ്യമല്ല. അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമായിരുന്നുവെങ്കിൽ, ഇദ്ദേഹം വേണമെങ്കിൽ ഹോം മിനിസ്റ്ററോ എന്തെങ്കിലും മന്ത്രി വേണമെങ്കിൽ ആയേനേയും. പക്ഷെ ആ സാധ്യതയൊന്നും ഇപ്പം നിലവിലില്ല. അപ്പം അങ്ങനെ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറിയ സമയത്ത്, ഇനി അവിടെ നിലനിൽപ്പില്ല എന്ന് ബോധ്യം വന്ന സമയത്താണ് KC വേണുഗോപാലിന് കേരളത്തിലേക്കുള്ള വരവ്. പക്ഷേ സർ, അവിടെ ഈ പറയുന്ന ഒരു അരിവെപ്പുകാരൻ്റെ ആവശ്യം ഉണ്ടല്ലോ. അല്ല, അവിടെ ഒരു അരിവെപ്പുകാരൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അരിവെപ്പുകാരന് ചരിത്രത്തിൽ സ്ഥാനമില്ല. ഇത് വേണുഗോപാലിനറിയാം. അരിവെപ്പുകാരനായി നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ നിയന്ത്രിച്ച് രാഹുൽ ഗാന്ധിയെ വേണ്ട രീതിയിൽ ഉപദേശിച്ച് ഹൈക്കമാൻഡിന് തീരുമാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞ്, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നറിയാലോ അല്ലേ? അത് രാഹുൽ ഗാന്ധി, സഹോദരി പ്രിയങ്ക ഗാന്ധി, അമ്മയായിരിക്കുന്ന സോണിയാഗാന്ധി. ഇവർ മൂന്നുപേരും കൂടി ചേരുമ്പോഴാണ് മറ്റേ 6-ാം നമ്പർ സിനിമയിൽ പറഞ്ഞു കൂട്ടാ, ഞാനും അഭനും പെങ്ങളും കൂടി ചേരുന്ന സമയത്താണ് ഞങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഈ പറയുന്ന ട്രസ്റ്റ് അതേപോലെയാണ്. ഞാനും അമ്മയും പെങ്ങളും കൂടി ചേരുന്നതാണ് ഹൈക്കമാൻഡ്. ആ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു KC വേണുഗോപാലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. UDF-ന് അധികാരം കിട്ടിയാൽ എന്നുള്ള വളരെ പ്രസക്തമാണ്. കാരണം ഇത് ജനങ്ങൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ചിന്തകന്മാരോ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ മുമ്പ് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF-ന് അധികാരം കിട്ടാൻ സാധ്യതയില്ല. അഥവാ അധികാരം കിട്ടിയാൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പടി മുന്നോട്ടുള്ള ഒരു ചാട്ടമാണ് ഇപ്പോൾ ഇദ്ദേഹം K സുധാകരൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ K സുധാകരൻ്റെ അടുത്ത് മത്സരിക്കേണ്ട, MP സ്ഥാനമുള്ളവർ മത്സരിക്കേണ്ട എന്നുള്ള ഒരു നിയമം പറഞ്ഞുകൊണ്ട് K സുധാകരനെ മാറ്റി നിർത്തിയതിൻ്റെ ഒരു ദേഷ്യമുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ്. ആ സുധാകരന് ദേഷ്യമുണ്ട്. അതുള്ളത് ഒന്ന് സണ്ണി ജോസഫിനോട്, പിന്നെ VD സതീശനോട്, അവർ രണ്ടുപേരും ദേഷ്യമുണ്ട്. അതുകൊണ്ട് തീരുമാനം വരുന്നത് ഹൈക്കമാൻഡിൽ നിന്നാണല്ലോ. ഹൈക്കമാൻഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ആരാണ്? കേരളത്തിലെ നേതൃത്വമാണ്.
കേരളത്തിൽ KPCC പ്രസിഡന്റാണ്, കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരും സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് കെ സുധാകരൻ്റെ ലക്ഷ്യം. ശരിക്കതാണ്. ഇന്ന് മാത്രമല്ല, ഒരു മുൻ ട്രാക്ക് റെക്കോർഡ് ഇക്കാര്യത്തിലുണ്ട്. 1996 ചരിത്രമുണ്ട്. അന്ന് കേരളത്തിലെ ആളുകളോട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്. അന്നൊരു വനിതയെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിചാരിച്ചു ശരിയാന്ന് വിചാരിച്ചു. അവരുടെയൊക്കെ സ്ത്രീകളൊക്കെ ഇറങ്ങിയിട്ട് വോട്ടഭ്യർത്ഥിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ആവേണ്ട ആളുടെ പേര് സുശീല ഗോപാൽ എന്നാ. അങ്ങനെ സുശീല ഗോപാലൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവും 96 എന്ന് ധരിച്ചു. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ധരിച്ചത് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ധരിച്ചു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. കാരണം സുശീല ഗോപാലൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു. ആ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ പേര് EK നായനാരെന്നാണ്. മഹാബുദ്ധിമാനായിരിക്കുന്ന ആള്, കണ്ടാൽ നിസ്സംഗൻ, നിർഗുണൻ, നിഷ്കളങ്കൻ എന്നൊക്കെ തോന്നുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് EK നായനാർ. സത്യത്തിൽ ഈ പറഞ്ഞൊന്നും പുള്ളിയുടെ അടുത്തുകൂടി പോയിട്ടില്ല കേട്ടോ. പുള്ളി ജന്മത്തിൽ നിഷ്കളങ്കനല്ല. പുള്ളി ഒരിക്കലും കാവട്യമില്ലാത്ത ആളല്ല. കാവട്യത്തിൻ്റെ ഒരു അവതാരമാണ് EK നായനാർ. ആ നായനാർ ആ സമയത്തോടെ തന്നെ VS അച്യുതാനന്ദൻ, അതുവരേക്കും അച്യുതാനന്ദനായിട്ട് ശത്രുതയില്ല, അച്യുതാനന്ദൻ കൂട്ടുപിടിച്ചു. എന്നിട്ട് CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി EK നായനാരെ മുഖ്യമന്ത്രിയാക്കാൻ നിർദ്ദേശിച്ചു. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് EK നായനാരെ മുഖ്യമന്ത്രിയാക്കാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം മുഴുവൻ അസംബ്ലി മെമ്പർമാരെ വിളിച്ചുകൂട്ടി. അവരൊക്കെ തന്നെ EK നായനാരുടെ പേര് മുഖ്യമന്ത്രിയായിട്ട് നിർദ്ദേശിച്ചു. ആ സമയത്ത് ഇദ്ദേഹം മത്സരിച്ചിട്ടില്ല, പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. നയനാർ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നയനാരുടെ ശിങ്കിടിയായിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ട്. അയാൾ തലശ്ശേരിയിൽ നിന്ന് ജയിച്ചിട്ടാ അന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണനോട് പറഞ്ഞു, ബാലകൃഷ്ണ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇനി ബാലകൃഷ്ണൻ രാജിവെക്ക്, ഞാൻ അവിടെ കയറി മത്സരിക്കാം എന്ന് പറഞ്ഞ് 1996 കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളുടെ പേര് EK നായനാരെന്നാണ്. അങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ ഉദ്ദേശിക്കുന്നതാണ്. ഇരിക്കൂറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിനാമിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, ഒരു ശിങ്കിടിയാണ്. ഈ ശിങ്കിടിയോട് രാജിവെക്കാൻ പറയും, ആ ശിങ്കിടി രാജിവെക്കും. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അങ്ങനെയെങ്കിൽ KC എവിടെയായിരിക്കും? KC ഇരിക്കൂറിൽ മത്സരിക്കും, ഇരിക്കൂറിൽ മത്സരിച്ച് ജയിക്കും. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിരിക്കുന്ന ആള് KC ജോസഫിന് പകരമാണ് ആ പുള്ളി. ഞാനതിൽ പേര് ഞാൻ പറയുന്നില്ല. ആ പറയുന്ന ശിങ്കിടിയെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നു. ഇവിടെയാണ് കണ്ണൂർ ലോബിയുടെ പ്രവർത്തനം. ആരൊക്കെ രാജിവെക്കണം, ആരൊക്കെ നിയമസഭയിലെത്തണം, ആരൊക്കെയാണ് മന്ത്രിമാരാകേണ്ടത്, മുഖ്യമന്ത്രിമാരാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കണ്ണൂർ ലോബിയാണ് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് പിണറായി വിജയൻ അടക്കമുള്ള പിണറായി വിജയനും കോൺഗ്രസ് നേതൃത്വം തമ്മിലുള്ള അവിഹിത ബന്ധം ഇക്കാര്യത്തിലുണ്ട്. എനിക്കൊരു സംശയമില്ല. ഇവരുദ്ദേശിക്കുന്ന ഒറ്റ ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എറണാകുളം ജില്ലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു 69 വർഷമായി കേരളം സംസ്ഥാനമായിട്ട്. 69 വർഷത്തിനിടയ്ക്ക് ഒരു എറണാകുളത്തുകാരൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുണ്ടോ? ഒറ്റ ആൾ പോലും ആയിട്ടില്ല. അതാകെ ഇപ്പോൾ പറഞ്ഞത് മുഹമ്മദ് ഷിയാസ് ജില്ലാ പ്രസിഡന്റാണ്, ഒരു എറണാകുളത്തുകാരൻ മുഖ്യമന്ത്രിയാക്കിക്കൂടെ എന്നുള്ള ചോദ്യം ചോദിച്ച സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുഴുവൻ പുള്ളിയുടെ മെക്കെട്ട് കയറിയായിരുന്നു. എന്തൊരവസ്ഥയത്! എന്തുകൊണ്ട് എറണാകുളത്തുകാരൻ മുഖ്യമന്ത്രി ആയിക്കൂടാ? ഇപ്പം നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് VD സതീശനോട്, അല്ലെങ്കിൽ വേറെ ആളുടെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തുകൊണ്ട് കണ്ണൂർക്കാരനല്ലാത്ത ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്നുണ്ടോ? ഇത് തീരുമാനിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയുമായിട്ടുള്ള അവിഹിതമായിരിക്കുന്ന കണ്ണൂർ ലോബിയാണോ തീരുമാനിക്കേണ്ടത്? ആ തരം തീരുമാനങ്ങൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ് വലിയ ചിന്തനീയമായിരിക്കുന്ന വസ്തുത. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കേരളത്തിൽ വരാൻ പോകുന്ന നാളുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്യന്തം ദുഷ്കരമായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.